ജോലിക്ക് വിടാതിരുന്നത് എന്തുകൊണ്ടാണ് അമ്മ? ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, ചേച്ചി ജേർണലൈസ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ടൂറിസ്റ്റ് വിസയിലൊക്കെ കൊണ്ടുപോയതാണ്. എന്നിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അതിന് പോസ്റ്റ് BSc പഠിപ്പിച്ചത് ചേട്ടനാണ്. മംഗലാപുരത്തൊരു കോളേജിലാണ് പഠിപ്പിച്ചത്. അവിടെ വീടെടുത്ത് സെവനെ നിർത്തി ചേച്ചി പഠിപ്പിക്കുകയായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ ചേച്ചിയുടെ അനിയത്തി ഷീന അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അവിടെ വീട് പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം പഠിച്ചിറങ്ങി. അപ്പം മൂത്ത മോനുണ്ടായി. എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ അറിയാമല്ലോ, കൊച്ചുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ മമ്മി ഏൽപ്പിച്ചിട്ടാണ് എക്സാം ഒക്കെ എഴുതി. എനിക്ക് കൊച്ചിനെ കിട്ടണത് കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായത്, നീ കൊണ്ടുവന്ന് വിട്ടാരടി, എനിക്കിവിടെ പണിയില്ലാഞ്ഞിട്ടല്ല, എന്നാലും എനിക്ക് എൻ്റെ കൊച്ചു വലുതാണ്, ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് പോയിട്ട് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ ആ കൊച്ചിനെ എടുക്കുമായത്. അപ്പോൾ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ സത്യങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ എനിക്ക് പറയാൻ പറ്റിയല്ല, എനിക്ക് വിഷമം വരുന്നു. നോബിയുടെ അമ്മ ആലീസ് പറയുന്നത് മർദ്ദിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഷൈനിയെ. അത് മാത്രമല്ല, ഷൈനിയുമായിട്ട് വളരെയധികം സ്നേഹത്തോടെയാണ് പോയത് എന്നും വീട്ടുജോലിക്കാരിയെ പോലെയല്ല മകളായിട്ട് തന്നെയാണ് കണ്ടിരുന്നതെന്നും അതുപോലെ ഒന്നിച്ച് ഇവർ രണ്ടുപേരും കൂടിയാണ് ജോലി ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് ആലീസും അതുപോലെ തന്നെ നോബിയുടെ ബന്ധുവും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ മകൻ ഷൈനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ്.